BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇനി അങ്ങോട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്താമെന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നത്. തിരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പോര് ശക്തമായിരുന്നു. പാർട്ടിക്കുണ്ടായ തോൽവിക്ക് കാരണം റോഷി അഗസ്റ്റിനാണെന്ന് വരെ സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്ത് വിമർശിച്ചിരുന്നു. ഇതിനിടയിൽ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ CPM വോട്ടുകൾ ചോർന്നതിൽ പിണറായി വിജയനും CPMനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു യോഗത്തിൽ ഉയർന്നത്. തിരഞ്ഞെടുപ്പിൽ CPM ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നായിരുന്നു ജോസ് കെ മാണി ആരോപണം ഉയർത്തിയത്. LDF RSS സഖ്യമെന്ന പ്രചാരണം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാക്കിയെന്നുമായിരുന്നു ആക്ഷേപം. ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് CPMും രംഗത്തെത്തിയിരുന്നു. CPM വോട്ടുകൾ UDFിലേക്ക് പോയതായി CPM പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. കൂടാതെ ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ പാർട്ടിയുടെ ആക്ഷേപം മുന്നണി യോഗത്തിൽ വേണമായിരുന്നു ഉന്നയിക്കാനെന്നാണ് CPM നേതാക്കൾ ആരോപണത്തിനെതിരെ പ്രതികരിച്ചത്. അതോടൊപ്പം വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലുള്ള തോൽവിയല്ല കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായത്. ഇത്തരത്തിൽ അണികൾ മുന്നണി മാറി വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ തോൽവികൾ വലിയ വ്യത്യാസത്തിലാകുമായിരുന്നല്ലോ എന്നാണ് CPM ചോദിക്കുന്നത്. അതേസമയം ലയനത്തിനായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിക്ക് ശേഷം കേരള കോൺഗ്രസ് എം തങ്ങളുടെ പാളയത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്നായിരുന്നു പാർട്ടി ചെയർമാൻ PJ ജോസഫും അബു ജോൺ ജോസഫും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ജോസഫ് വിഭാഗം UDF തരംഗത്തിൽ വിജയിച്ചതാണെന്നും ഇവരുടെ ക്ഷണം പരിഹാസത്തിന്റെ ഭാഗമാണെന്നുമാണ് ജോസ് കെ മാണി വിലയിരുത്തിയത്. PJ ജോസഫുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു UDF വിട്ട് LDFിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമായിരുന്നു ഇവർ നേടിക്കൊടുത്തത്. 2021 12 സീറ്റിൽ മത്സരിച്ച പാർട്ടി 5 സീറ്റിലായിരുന്നു ജയിച്ചത്. നിലവിൽ മുന്നണി മാറണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ചിലർ ശക്തമാക്കുന്നുണ്ട്. മികച്ച അവസരം ലഭിക്കുകയാണെങ്കിൽ NDAയിലേക്കും പോകണം എന്നാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത്. മികച്ച അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്നും ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.